മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മാതൃഭൂമിയുടെ ഇന്നലത്തെ പത്രത്തിലെ ഒരു വാർത്ത, വൈദികന്റെ പീഡനം അന്വേഷണത്തിൽ അതിരൂപത ഇടപെടരുത് എന്ന് CPM. കണ്ണൂര് കൊട്ടിയൂരിൽ വൈദികൻ പീഡിപ്പിച്ച സംഭവത്തിൽ അന്വേഷണത്തിൽ ഇടപെടാനുള്ള തലശ്ശേരി അതിരൂപതയുടെ നീക്കത്തിൽ CPM പ്രതിഷേധിച്ചു. അപ്പൊ അതിരൂപതയും മറ്റ് ക്രിസ്ത്യാനികളും മറ്റ് അച്ഛന്മാരും ബിഷപ്പും കർദിനാളും മിനിഞ്ഞാന്നത്തെ പത്രത്തിൽ കണ്ണീരൊഴുക്കി അവർ മാപ്പ് പറഞ്ഞതും നേരെ വിപരീതമായിട്ട് അതിരൂപത ഈ വൈദികനെ സംരക്ഷിക്കാൻ, വൈദികൻ എന്ന വാക്ക് ഇവർക്ക് ഉപയോഗിക്കുമ്പോൾ എനിക്ക് അറപ്പാണ് തോന്നുന്നത്, ഈ പള്ളിയിൽ അച്ഛനെ സംരക്ഷിക്കാനായിട്ട് ചെയ്യുന്നതിനെതിരെ ഇത്രയും കാലം മിണ്ടാതിരുന്ന CPM പ്രതികരിക്കാൻ കാരണം സോഷ്യൽ മീഡിയയുടെ അതിശക്തമായ ബയനറ്റാണ്. അല്ലെങ്കിൽ ചാലക്കുടിയിലെ ധ്യാനകേന്ദ്രത്തിൽ ചെന്നിട്ട് 850ഓളം വ്യക്തികളുടെ മരണത്തിന് കാരണമായതിൽ ഒരെണ്ണം പോലും അന്വേഷിപ്പിക്കാതിരിക്കാൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഭരണാധികാരികളുടെ പാർട്ടി ഇന്ന് പറയുന്നു അതിരൂപത ഇടപെടരുത്. ഇടപെടുന്നതിൽ പ്രതിഷേധവും രേഖപ്പെടുത്തി. അപ്പൊ ഇടപെടുന്നു എന്നുള്ളത് ഉറപ്പാണ്. അത്യന്തം ഹീനമായ കൃത്യമാണ് പോലീസിന്റെ സമർത്ഥമായ കരുനീക്കത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ ഹീനകൃത്യങ്ങൾ വേറെ നടന്നതൊക്കെ മൂടി വെച്ചത് എന്തിനാണാവോ? വൈദികന്റെ ഭാഗത്ത് നിന്നുള്ള ക്രൂരത മാത്രമല്ല, ഇത് പുറംലോകം അറിയിക്കാതിരിക്കാനുള്ള ഉന്നത കേന്ദ്രങ്ങളുടെ ഇടപെടലും ഗൂഢാലോചനയും ഉണ്ടായി എന്നതാണ് തെളിയുന്നത്. ഇത് ഇന്നലെ തുടങ്ങിയതല്ലല്ലോ, ക്രിസ്ത്യാനികളെ ഇന്നും ചെയ്തുകൊണ്ടിരുന്ന കാര്യമല്ലേ ഇത്. അതിന് മദനിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ നിന്നുകൊടുത്ത വ്യക്തികൾ ഉൾപ്പെടെ ഉള്ളവരെ സപ്പോർട്ടും ചെയ്തിരുന്നല്ലോ. ഈ സാഹചര്യത്തിൽ അതിരൂപതയുടെ ഇപ്പോഴത്തെ പ്രസ്താവന അന്വേഷണത്തിൽ ഇടപെടില്ലെന്ന് മുൻ നിലപാടിന് ഘടകവിരുദ്ധമാണെന്നും CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഞാൻ കൂടുതൽ വായിക്കണില്ല. ഏതായാലും അന്വേഷണ സംഘം ക്രിസ്തീയ സ്ഥാപനങ്ങളെ തേജോവധം ചെയ്യുന്നു എന്ന പ്രസ്താവന അന്വേഷണത്തിലെ കൃത്യമായ ഇടപെടലാണ്. ഏതായാലും എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഇടപെടുന്നത് എന്ന് ജയരാജനും നമ്മുടെ മുഖ്യമന്ത്രിയും എല്ലാവരും വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ക്രിസ്തുരാജ ആശുപത്രിയിൽ കുട്ടി പ്രായപൂർത്തിയായതായിട്ടാണ് രേഖപ്പെടുത്തിയതെന്നും പ്രായപൂർത്തിയായ സ്ത്രീയുടെ പ്രസവം അധികൃത കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടിയില്ലെന്നുള്ള പ്രസ്താവനയിലെ ഭാഗവും ഗൗരവമുള്ളതാണെന്ന് ജയരാജന് തിരിച്ചറിവുണ്ടായി. മഹാഭാഗ്യം. സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് ആണ്. പാർട്ടിയുടെ ശുദ്ധമായിട്ടുള്ള സത്യം, ധർമ്മം, നീതി, ന്യായത്തിലേക്കുള്ള പ്രയാണമൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ വന്ന ചിത്രങ്ങളും കമന്റുകളും എല്ലാം എത്ര കത്തി ജ്വലിച്ചുകൊണ്ട് ഒരു പാർട്ടിയെ ഉരുക്കി കളയുന്നു എന്നുള്ളതിന് താങ്ങി നിൽക്കാനുള്ള ശക്തി ഉണ്ടാക്കാൻ വേണ്ടി ഏതായാലും മാർക്സിസ്റ്റ് പാർട്ടി പ്രതികരിച്ചതിൽ സന്തോഷമുണ്ട്. വളരെയധികം ഹിന്ദുക്കളെ അവഹേളിക്കാനും എൻ്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന എണ്ണയുണ്ടെങ്കിൽ ഞാൻ പപ്പടം കാച്ചുമെന്നൊരു മന്ത്രി പറഞ്ഞപ്പോൾ അതൊക്കെ ഹിന്ദുക്കളെ അവഹേളിക്കുന്നതിൻ്റെ ലിസ്റ്റിൽ ഓരോന്ന് കൂട്ടാനും ചെയ്തപ്പോൾ ഇവിടെ അതിരൂപതയുടെയും ക്രിസ്ത്യൻ മിഷണറിമാരുടെയും ക്രൈസ്തവ മസിൽ പവറും എല്ലാം തുറന്നു കാണിക്കാൻ ജയരാജൻ മുമ്പോട്ട് വന്നതിൽ എന്ത് ദുരുദ്ദേശമുണ്ടെങ്കിലും പിന്നീട് അതിനെ എങ്ങനെ മുതലാക്കും പാർട്ടി എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിലും ഈ സത്യം പച്ചയ്ക്ക് മാതൃഭൂമിയിൽ കൊണ്ടുവന്നതിൽ സംതൃപ്തിയുണ്ട്. ആശുപത്രിയിൽ പെൺകുട്ടിയുടെ വയസ്സ് 18 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിയെയാണ് പ്രസവിച്ചതെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് ഈ പെൺകുട്ടി ഗർഭിണിയാണെന്ന യാഥാർത്ഥ്യം മനഃപൂർവ്വം മറച്ചുവെച്ച് എന്നർത്ഥം. അവിടെ പ്രായപൂർത്തിയാവാത്തതും ജനിച്ച കുട്ടിയുടെ ആരോഗ്യവും ഒന്നും അല്ലല്ലോ. ഇതൊക്കെ ഉണ്ടാക്കിയ ആളാരാണ് എന്നുള്ളതല്ലേ ഇമ്പോർട്ടന്റ്. അതിൽ തൊടാതെ ഒരു പ്രഖ്യാപനം നോക്കി എന്ത് ഭംഗിയായിട്ട്. മാത്രവുമല്ല, അവിവാഹിതയായ ഈ പെൺകുട്ടിക്ക് പിറന്ന കുഞ്ഞിന്റെ ഒരു ദിവസം കൊണ്ട് ദത്തെടുക്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനും കൂട്ടുനിന്നത് ആശുപത്രി അധികൃതരാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പോക്സെ നിയമത്തിന്റെ 19(1) വകുപ്പിൽ ലംഘനമാണ് ആശുപത്രി അധികൃതർ നടത്തിയതെന്നും ജയരാജൻ പറഞ്ഞു. കുറ്റവാളികളെ ന്യായീകരിക്കുന്നതും അന്വേഷണത്തിൽ ഇടപെടാനുള്ള രൂപതയുടെ പ്രസ്താവന സംബന്ധിച്ച് പേരാവൂർ MLA സണ്ണി ജോസഫ് പ്രതികരിക്കണമെന്നും CPI പറഞ്ഞു. ആര് പ്രതികരിച്ചാലും പ്രതികരിച്ചില്ലെങ്കിലും എന്ത് ഗംഭീരമായിട്ടാണ് ക്രൈസ്തവർ അവരുടെ കാര്യം നടത്തുന്നത് എന്ന്
ലോകത്തിനോട് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ മാതൃഭൂമി പത്രം മുമ്പോട്ട് വന്നതും അതിലെ ജയരാജൻ ഭാഗികമായിട്ടാണെങ്കിലും സത്യം പറഞ്ഞതും ഈ കുട്ടിയുടെ ഗർഭത്തിന് കാരണമായിട്ടുള്ള അച്ഛൻ്റെയും ബാക്കിയുള്ളവരുടെയും പേരൊന്നും പറയാതിരുന്നതും ആ അച്ഛനെ പള്ളിക്കാർ തന്നെ ഇവിടുന്ന് കാനഡയിലേക്ക് കെട്ടുകെട്ടിക്കാൻ നടന്നത് പാളിപ്പോയതിനെ കുറിച്ചും ഒന്നുകൂടി പറയാമായിരുന്നു വേണമെങ്കിൽ എന്നെനിക്ക് തോന്നുന്നു. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത്രയെങ്കിലും പറഞ്ഞല്ലോ. പ്രണാമം. നമസ്കാരം.